ഹായ് ഓൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ IPS ക്ലർക്ക് മെയിൻസ് 29-ാം തീയതിയും ഈ 29-ാം തീയതിയും ഡിസംബർ 2-ാം തീയതിയുമായി നടക്കുന്നു. ഈ പ്രാവശ്യത്തെ 2025 IPS ക്ലർക്ക് വന്നത് തന്നെ എക്സാം പാറ്റേണിൽ വലിയ മാറ്റങ്ങളുമായി വന്നിരിക്കുന്നത്. 160 മിനിറ്റ് ഉണ്ടായിരുന്ന എക്സാം 120 മിനിറ്റിലേക്ക് 2 മണിക്കൂറിലേക്ക് മാറിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറച്ചിരിക്കുന്നു. 155 ക്വസ്റ്റ്യനിൽ നിന്ന് 200 മാർക്ക് മേടിക്കേണ്ട രീതിയിലേക്ക് ആക്കിയിരിക്കുന്നു. സോ ഇതൊക്കെ തന്നെയായിരുന്നു മാറ്റങ്ങൾ. എന്നാൽ ഇന്നലെ IPSൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. റീസണിങ് ഓൾറെഡി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് കൂടുതൽ മാർക്ക് മേടിക്കേണ്ട അവസ്ഥ, 40 ക്വസ്റ്റ്യനിൽ നിന്ന് 60 മാർക്ക് മേടിക്കേണ്ട അവസ്ഥ, അതുപോലെ QA. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, എങ്ങനെയാണ് സെക്ഷൻ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പല കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതുകൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനിൽ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. IPS ക്ലർക്ക് 2025 ചേഞ്ചസ് നമ്മൾ ഓൾറെഡി കണ്ടു. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, സെക്ഷൻസ് വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. പുതിയ സെക്ഷൻസിലേക്ക് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ആ സെഷൻസ്. മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ ഓർക്കുക, 4 എണ്ണമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. GK, ജനറൽ അവെയർനെസ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് QA. ഇതിൽ 3 എണ്ണത്തിൽ അവർ സാരമായ ക്വസ്റ്റ്യൻസ് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഉദാഹരണം, റീസണിങ് 40 ക്വസ്റ്റ്യനിലേക്ക് മാറി, എന്നാൽ മാർക്ക് 60. QA 35 ക്വസ്റ്റ്യൻ കൊണ്ട് 50 മാർക്ക് മേടിക്കണം. എങ്ങനെ മേടിക്കും? 1.4 ആണ് വെയിറ്റേജ്. റീസണിങ്ങിന് 1.5 ആണ് വെയിറ്റേജ്. GA 40 ക്വസ്റ്റ്യനിൽ നിന്ന് 50 മേടിക്കണം. ഈ 3 എണ്ണത്തിനാണ് മാറ്റങ്ങൾ വന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റു 1.2, 1.4, 1.5 കൊടുക്കുന്നതിനേക്കാൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വേറെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വേറെയും ആക്കി IPS ചാർട്ട് ചെയ്തിരിക്കുന്നു. ആ നോട്ടിഫിക്കേഷനാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഇതറിയാതെ കുട്ടികൾ പോയി പരീക്ഷ എഴുതും. അവരുടെ വിചാരം എല്ലാത്തിനും 1 മാർക്ക് എന്നാണ്. എന്നാൽ ആ കൺസെപ്റ്റ് മാറി. 2 സെക്ഷനായിട്ടായിരിക്കും ഇനിയുള്ള മെയിൻസുകളിലേക്ക്. SBIക്ക് അത് ഓൾറെഡി ഉണ്ട്. ഇനിയുള്ള മെയിൻസിലേക്ക് വരുമ്പോൾ ഇതിലേക്കാണ്. ഈ IPSനാണ് ഇത്രയും സെക്ഷന് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇത് PO ലെവലിലൊക്കെയാണ് ഈ മാറ്റങ്ങൾ. SBI PO അങ്ങനത്തേതിനൊക്കെ മാറ്റങ്ങളുണ്ട് IPSനൊക്കെ. എന്നാൽ ക്ലർക്ക് ലെവലിലേക്ക് ഇത് ആദ്യമായിട്ടാണ്. നമുക്ക് ആ മാറ്റങ്ങൾ നോക്കാം. ഇതായിരുന്നു ആ മാറ്റങ്ങൾ. നോക്കുക, ജനറൽ ഓർ ഫിനാൻഷ്യൽ അവെയർനെസ് 40 ക്വസ്റ്റ്യൻ കൊണ്ട് 50 മാർക്ക് മേടിക്കണം. എങ്ങനെ മേടിക്കും? സോ അവർ സെക്ഷൻ A 2 മാർക്കിൻ്റേത് 10 ക്വസ്റ്റ്യൻ. സോ 2 × 10 20. 1 മാർക്കിൻ്റേത് 30 ക്വസ്റ്റ്യൻ. ഒറ്റ മാർക്ക് മാത്രമായിരിക്കും ഉള്ളത്. സോ 30. ടോട്ടൽ 50 മാർക്ക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നു. ഇംഗ്ലീഷ് അതേപോലെ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് തന്നെ. എന്നാൽ റീസണിങ് എബിലിറ്റി 40 ക്വസ്റ്റ്യൻ കൊണ്ട് 60 മാർക്ക് മേടിക്കണം. സോ സെക്ഷൻ A 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 20 എണ്ണമാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. റീസണിങ് ചെയ്യുന്നവർക്ക് നല്ലൊരു സ്കോപ്പാണ് അവർക്ക് അപ്പോയിൻമെൻറ്റിലേക്ക് വരാൻ. 2 മാർക്കിൻ്റെ 20 എണ്ണവും 1 മാർക്കിൻ്റെ 20. അപ്പോൾ 2 × 40, 2 × 1, 20 × 1, 20. സോ ടോട്ടൽ 60ലേക്ക് വരുന്നു. QAയിലേക്ക് വരുമ്പോൾ 2 മാർക്കിൻ്റേത് 15 ക്വസ്റ്റ്യനാണുള്ളത്. സോ 30 മാർക്സ്. 1 മാർക്കിൻ്റേത് 20 ക്വസ്റ്റ്യൻ. സോ 30 + 20 50. അങ്ങനെ 155 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ 200 മാർക്ക് എടുക്കുക എന്നുള്ളതാണ്. ടോട്ടൽ സമയവും കുറഞ്ഞിരിക്കുന്നു. 160 ക്വസ്റ്റ്യനിൽ നിന്ന് 160 മിനിറ്റിൽ നിന്ന് 120 മിനിറ്റ് എന്നുള്ള ഇതിലേക്കത് മാറിയിരിക്കുന്നു. നോക്കുക, ഇതൊക്കെയാണ് ഈ സെക്ഷൻ A, സെക്ഷൻ B എന്നുള്ള ചേഞ്ചസ് വരുന്നത്. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങളുടെ ഇതിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ, നിങ്ങൾ കൂടുതലും സെക്ഷൻ A അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. 2 മാർക്കിൻ്റെ അത് നോക്കിയിട്ട് മാത്രം 1 മാർക്കിലേക്ക് പോവുക. കാരണം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. GK ഒക്കെ 2 മാർക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരിക്കും, ഇച്ചിരി ലെങ്തി ആയിരിക്കും. ശ്രദ്ധിച്ച് വേണം. ആ സമയം കൊണ്ട് നമുക്ക് 1 മാർക്കിൻ്റെ അത് കുറേ ഇത് ചെയ്യാം. എന്നാൽ റീസണിങ് അവിടെ 20 മാർക്കിൻ്റെ അത് 2 എണ്ണം ഉണ്ട്. 20 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ, 20 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 മാർക്കിൻ്റെ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 1 മാർക്കിൻ്റെ ചാടി വീഴുമ്പോൾ ചിലപ്പോൾ അത് പാടുമായിരിക്കും. തിരിച്ചു ആക്കാം. സോ
നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ച് നിങ്ങളെല്ലാം അപ്പിയർ ചെയ്ത് 2 മാർക്സിൻ്റേത് കൂടുതൽ ഇതിലേക്ക് വരിക. അത് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിനെ സാരമായി ബാധിക്കുകയും ചെയ്യും. റീസണിങ് ഇപ്പോൾ ഓൾറെഡി SBI ക്ലർക്ക് എഴുതിയിരിക്കുന്നവർക്ക് നല്ലൊരു ചാൻസാണ്. നിങ്ങൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റിയ അവസരമാണ്. അതുപോലെ QA. സോ 35 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 50 മാർക്ക് മേടിക്കാം. 15 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റേതാണ്. ഓർക്കുക, നിങ്ങൾക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് ഒരു അവയർനെസ്സിനായിട്ട് ചെയ്യുന്നതാണ്. പല കുട്ടികൾക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം IPS ക്ലർക്ക് എഴുതിയവർ പോലും പുതിയ പാറ്റേൺ ചേഞ്ചിനെക്കുറിച്ച് അറിവുള്ളതല്ല. അറിവുള്ളവർ വളരെ കുറവാണ്. ഇനി അറിവുണ്ടെങ്കിൽ തന്നെ അവർ ഈ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാറില്ല. ഈ നോട്ടിഫിക്കേഷൻ പറയുന്ന സെക്ഷൻ എയും ബിയും ഉണ്ടെന്നാണ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരെ പോയി എല്ലാം കുത്തിവെക്കുക എന്നുള്ളത്. കാരണം 1 മാർക്കിൻ്റെതാണെന്നാണ് നമ്മുടെ വിചാരം, ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ ഇനി തൊട്ടതല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. സോ 2 മാർക്കിൻ്റെ ഉണ്ട്, 1 മാർക്കിൻ്റെ ഉണ്ട്. നിങ്ങൾ വൈസായിട്ടത് തിരഞ്ഞെടുത്ത് നല്ലപോലെ അറ്റൻഡ് ചെയ്ത് നല്ല വിജയത്തിലേക്ക് വരിക. സോ ചേഞ്ചസ്, പാറ്റേൺ ചേഞ്ചസ്, പുതിയ ഡിവിഷൻ ഇല്ലെങ്കിൽ പുതിയ സെക്ഷൻസ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ വന്ന നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് അത് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം 29-ാം തീയതി നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എക്സാം എഴുതാൻ പോകുന്നത്. വേറെ സംസ്ഥാനങ്ങളിൽ പോകുന്നവരുണ്ട്, കേരളത്തിൽ പോകുന്നവരുണ്ട്, 2-ാം തീയതി എഴുതാൻ പോകുന്നവരുണ്ട്. എന്നാൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് പോലും ഇത് അബദ്ധം പറ്റാറുണ്ട്. എഴുതി കഴിഞ്ഞിട്ട് വിറ്റ് നോക്കിയിട്ട് അയ്യോ 2 മാർക്കിൻ്റെ ആയിരുന്നല്ലോ, അത് അറ്റൻഡ് ചെയ്യായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് ദയവായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിക്കണം എന്ന് ആശിച്ച് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് SBI ക്ലർക്ക് എഴുതിയവർക്ക് ഇത് വീണ്ടും ഒരു സുവർണാവസരമാണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്തവർക്ക് GK പ്രിപ്പയർ ചെയ്യുക. ഈ അടുത്ത മാസങ്ങളിലെ GK പ്രിപ്പയർ ചെയ്യുക. റീസണിങ് മാത്സ് ഒന്നും കൂടെ മൂർച്ച കൂട്ടുക. SBI ക്ലർക്കിന് എഴുതിയത് ഒന്നും കൂടെ മൂർച്ച കൂട്ടി. ഇംഗ്ലീഷ് എന്തായാലും SBI ക്ലർക്കിൻ്റെ അത്രയും ടഫായി ഒരിക്കലും ഇംഗ്ലീഷ് വരില്ല എന്ന് വിശ്വസിക്കുന്നു. അത്രമാത്രം നിങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും. IPS ക്ലർക്കിൻ്റെ ലെവലിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹാർഡ് വർക്ക് പോലിരിക്കും നിങ്ങളുടെ സക്സസ്സിലേക്ക്. പിന്നെ അന്നത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ പോലിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങളെ ആ കൂട്ടത്തിൽ ഒരു പുഷും കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു സെക്ഷൻ ചേഞ്ചസ് വന്നത്. നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ അത് പ്രാപ്തരാകട്ടെ. കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. തോൽവികളിൽ മനംനൊന്ത് പോകാതിരിക്കുക. കൂടുതൽ ഊർജ്ജമെടുത്ത് കൂടുതൽ വിജയത്തിലേക്ക് വരിക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം. നിങ്ങളുടെ വിജയത്തിന് തിളക്കം കൂട്ടാൻ ഞങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ കഠിനാധ്വാനവും ഈ വീഡിയോയ്ക്കും ആകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ കളിയാക്കുന്നവർക്കുള്ള ഓരോരുത്തരുടെയും അവരുടെ മുഖത്ത് കൊടുക്കുന്ന ഒരു അടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൈനിങ് ഓഫ് ടോബി ശരത് തോമസ്.